അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. അൽഹംദുലില്ലാഹി വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫിൽ മുർസലീൻ വഅലാ ആലിഹി വസ്ഹബിഹി അജ്മഈൻ. പ്രിയമുള്ള സഹോദരി സഹോദരന്മാരെ, എല്ലാവരിലും അള്ളാഹുവിന്റെ രക്ഷയും കരുണയും ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ്. കഴിഞ്ഞ ആഴ്ച നമ്മൾ കിൽത്തൽ ജന്നത്തൈനി ആതതു ഉക്കുലഹ വലം തസ്ലിം മിൻഹു ശൈഅൻ ഫഫജ്ജർന ഖിലാലഹുമാ നഹറ എന്ന 33-ാമത്തെ ആയത്തിനെ നമ്മൾ വിശദീകരിക്കുകയുണ്ടായി. പടച്ച തമ്പുരാന് അള്ളാഹു വീണ്ടും ആ വ്യക്തിയുമായി ബന്ധപ്പെട്ട് മറ്റു ചിലതുകൂടി ഇതിനോട് തുടർന്ന് വരുന്ന ആയത്തിൽ ചെയ്യുന്നത്. വക്കാന ലഹു സമറുൻ ഫഖാല ലിസ്വാഹിബിഹി വഹുവ യുഹാവിറുഹു അന അക്സറു മിൻക മാലൻ വഅഅസ്സു നഫറ. വക്കാന ലഹു സമറുൻ, വീണ്ടും ചില അദ്ദേഹത്തിന് നൽകിയ അനുഗ്രഹങ്ങളെ വീണ്ടും എടുത്തു കാട്ടുകയാണ്. അപ്പോ ഇതിന്റെ മുമ്പുള്ള ആയത്തില് കിൽത്തൽ ജന്നത്തൈനി, രണ്ട് തോട്ടങ്ങളെ കുറിച്ച് പറയുന്നു. അതിൽ തന്നെ പിന്നെ മുന്തിരിയുടെയും അതുപോലെ തന്നെ ഈ ഈത്തപ്പന മരങ്ങളുടെയും വളരെ വിശാലമായ മനോഹരമായ തോട്ടത്തെക്കുറിച്ച് പറഞ്ഞു വന്നിട്ട് അള്ളാഹു പറയാണ്, അത് മാത്രമല്ല ഉള്ളത് എന്നാണ് ഇതിലൂടെ ഫൗഖ ജന്നത്താൻ, ഈ പിന്നെ രണ്ട് തോട്ടത്തിനപ്പുറം ഇദ്ദേഹത്തിന് മറ്റു പലതുമുണ്ട്. വക്കാനലഹു സമറും, അദ്ദേഹത്തിന് ഭൗതികമായ മറ്റു പല സമ്പാദ്യങ്ങളുമുള്ള ആ മനുഷ്യൻ ഫഖാല, അദ്ദേഹം പറഞ്ഞു സ്വാഹിബിഹി, തന്റെ സ്വാഹിബിനോട്, കൂട്ടുകാരനോട് പറഞ്ഞു യുഹാവിറുഹു, അങ്ങനെ അദ്ദേഹത്തോട് തർക്കിച്ചു കൊണ്ടിരിക്കെ, അന, ഞാൻ, അക്സറു മിൻക മാലൻ വഅഅസ്സു നഫറ, സമ്പത്തിനാലും അതുപോലെ തന്നെ മക്കളാലുള്ള ഇസ്സത്തിനാലും ഞാന് നിന്നേക്കാളും ഏറെ ധനികനാണ് എന്ന് ആ പാവപ്പെട്ട മനുഷ്യനോട് ഇദ്ദേഹം പറയുന്ന ഒരു വർത്തമാനത്തെ പിന്നീട് അള്ളാഹു എടുത്തു കാണിക്കുക. അപ്പൊ ഇവിടെ സമറുൻ എന്ന് പറയുമ്പോ വലം യഖ്സിറുൽ അംറു അലാ അൻ കാന ലഹു ജന്നത്താനി ഫീഹിമാ നഖീലുൻ വഇനബ്, അവിടെ മാത്രം അള്ളാഹു ചുരുക്കി കാണിക്കല്ല, മറ്റു പലതിനെയും അള്ളാഹു എടുത്തു കാണിക്കുന്നു എന്നാണ് ഇതിനെ വിശദീകരിച്ചുകൊണ്ട് മുഫസ്സിറുകൾ പറയുന്നത്. അപ്പോ ഇദ്ദേഹത്തിന് സമറുണ്ട്, സമറുള്ള എന്ന് പറഞ്ഞാൽ ഭൗതികമായ മറ്റു പല സമ്പാദ്യങ്ങളുമുള്ള ആ മനുഷ്യൻ പറഞ്ഞു എന്നാണ്. അപ്പോ ബൽ കാന ലഹു ഫൗഖ ദാലിക സമറുൻ ഐ മവാരിദുൻ ഉഖ്റ, മറ്റു പല സമ്പാദ്യങ്ങളുമുള്ള ആ വ്യക്തി പറഞ്ഞു. സമറു എന്ന് പറഞ്ഞാൽ മവാരിദുൻ ഉഖ്റ മിൻ ദഹബിൻ വ ഫിദ്ദത്തിൻ വ ഔലാദിൻ, സ്വർണവും വെള്ളിയും അങ്ങനെ മറ്റു പല ഭൗതികമായ നേട്ടങ്ങളുമുള്ള ആ മനുഷ്യൻ. അപ്പൊ അത് ഇയാളുടെ അഹങ്കാരത്തിന്റെ ആ ഒരു മൂർത്തമായ ഭാവത്തെ എടുത്തു കാണിക്കുന്ന ഒരു പ്രയോഗം കൂടിയാണിത്. വക്കാന ലഹു സമറുൻ എന്ന് പറയുന്നത്. ഈ തോട്ടങ്ങൾക്കപ്പുറം മറ്റു പല ഭൗതികമായ നേട്ടങ്ങളും അദ്ദേഹത്തിനുണ്ട്, സമ്പാദ്യങ്ങളും അയാൾക്കുണ്ട്. വഖാലലി സ്വാഹിബിഹി, അങ്ങനെ അയാൾ തന്റെ സ്വാഹിബിനോട്, സ്വാഹിബ് എന്ന് പറഞ്ഞാൽ എന്താണ്? നിങ്ങളെ കൂടെ നടക്കുന്ന ഒരു വ്യക്തി, അയാളെ നിങ്ങൾ ഇഷ്ടപ്പെടട്ടെ ഇഷ്ടപ്പെടാതിരിക്കട്ടെ, ഒരു പക്ഷേ ഇഷ്ടപ്പെടാം, ചിലപ്പോൾ ഇഷ്ടപ്പെടാതിരിക്കാം. കൂടെ നടക്കുന്ന ഈ രൂപത്തിൽ സമീപനം സ്വീകരിക്കുന്ന ഒരു വ്യക്തിയെയാണ് സ്വാഹിബ് എന്ന അറബിയിൽ പറയുന്നത്. അപ്പൊ അദ്ദേഹത്തോട് പറയാണ് വഹുവ യുഹാവിറു, യുഹാവിറുഹു എന്ന് പറഞ്ഞാൽ യുജാദിലുഹു, അദ്ദേഹത്തോട് തർക്കിച്ചുകൊണ്ട് പറയാണ് അന. അപ്പൊ ഇവിടെ അന എന്ന വാക്ക് അയാൾ ഉപയോഗിക്കുക. ഭൗതികമായി നേട്ടങ്ങളുള്ള എല്ലാ മനുഷ്യരും എന്ന് പറഞ്ഞാൽ ഭൂരിപക്ഷ മനുഷ്യരുടെയും ഒരു മനോഭാവത്തെ അള്ളാഹു ഇവിടെ എടുത്തു കാണിക്കുന്നുണ്ട്. ഞാൻ എന്ന ഭാവം കടന്നു വരും. മറ്റുള്ളവന്റെ മുകളിൽ തന്റെ മേൽക്കോയ്മയെ കാണിക്കുവാൻ, ഞാൻ നിന്നേക്കാളും ഉത്കൃഷ്ടനാണ് സമ്പത്ത് കൊണ്ട്, ഭൗതികമായ സമ്പാദ്യങ്ങളെ കൊണ്ട്, അതുപോലെ തന്നെ മക്കളാൽ, മറ്റു എന്തെല്ലാം ഭൗതികമായ നേട്ടങ്ങളായി അനുഗ്രഹങ്ങളായിട്ട് എന്തെല്ലാം മനുഷ്യൻ കാണുന്നുണ്ടോ, അത്തരത്തിലുള്ള അനുഗ്രഹങ്ങൾ കുമിഞ്ഞുകൂടുന്ന ചുറ്റുമുള്ള മനുഷ്യന്റെ ഒരു മനോഭാവത്തെയാണ് അന എന്ന വാക്കുകൊണ്ട് അള്ളാഹു എടുത്തു കാണിക്കുന്നത്.
ഞാൻ എന്ന ഭാവം. ഒരു ഭാവം, ഞാൻ എന്ന ഭാവം തന്നെ അതൊരു ഷിർക്കിന്റെ ഒരു അടയാളാണ്. കാരണം മനുഷ്യന് ദുർബലനാണ് പൊതുവെ. അല്ലെ, ഇഖ്റ ബിസ്മി റബ്ബിക്കല്ലദീ ഖലഖ്, നിന്നെ സൃഷ്ടിച്ച സൃഷ്ടാവിന്റെ നാമത്തിൽ നീ വായിക്കണം എന്ന് പറയുമ്പോൾ ഈ പ്രപഞ്ചം മാത്രമല്ല, നിന്നെ തന്നെയും നീ വായിക്കണം എന്ന് ഇമാം ഷഅറാബി പറഞ്ഞു വെക്കുന്നുണ്ട്. അപ്പൊ നമ്മെ കുറിച്ച് നിരന്തരം ചിന്തിക്കുമ്പോൾ മനുഷ്യന് അവന്റെ നാഥനെ ബോധ്യപ്പെടുവാനും വിനയാന്വിതനായി ഭൂമിയിൽ നടക്കുവാനും അവനെ പ്രാപ്തനാക്കുന്നത് അവന്റെ പിന്നിട്ട വഴിയിലേക്ക് നിരന്തരം അവന് തിരിഞ്ഞു നോക്കുമ്പോഴാണ്. ഞാൻ എങ്ങനെയാണ് ഈ രൂപത്തിൽ ഇവിടെ എത്തിയത്, അല്ലെങ്കിൽ എന്റെ ചുറ്റുമുള്ള അനുഗ്രഹങ്ങൾ എങ്ങനെയാണ് എനിക്ക് ലഭിച്ചത്? ഇത് എന്റെ കഴിവ് കൊണ്ടാണോ, അല്ലെങ്കിൽ ഞാൻ എന്റേതെന്ന് പറയുന്ന വല്ല ശക്തിയും കഴിവും വിജ്ഞാനവും കൊണ്ടാണോ, അതോ അതിന് പിറകിൽ മറ്റാരുടെയെങ്കിലും കഴിവുകളും മറ്റാരുടെയെങ്കിലും പിന്തുണയും സപ്പോർട്ടും ഇതിന്റെ എല്ലാം പിറകിലുണ്ടോ, അല്ലെങ്കിൽ മറ്റാരെങ്കിലും എനിക്ക് നൽകിയതാണോ എന്ന ഒരു തോന്നൽ നമ്മുടെ ചിന്തയെ എപ്പോഴും ഒന്ന് ഉലക്കുവാൻ നമ്മൾ പിന്നിട്ട വഴിയിലേക്ക് തിരിഞ്ഞു നോക്കണം. മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അവന് ഒരു ജീവിതത്തിൽ ചിന്ത പ്രാപിച്ചു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ അവന് ശക്തി പ്രാപിച്ചു കഴിഞ്ഞാൽ അവൻ പിന്നീട് പിന്നിട്ട വഴിയെ വിസ്മരിക്കുന്നവനാണ്. ഈ വിസ്മൃതി, ഈ ഒരു മനുഷ്യന്റെ ചിന്താശൂന്യത അവനെ അഹങ്കാരിയാക്കി മാറ്റും. അതുകൊണ്ടാണ് കല്ല ഇന്നൽ ഇൻസാന ലയത്ഗാ അർറഹ ഉസ്തഗ്ന, സ്വയം അവൻ എല്ലാത്തിനും പര്യാപ്തനാണ് എന്ന തോന്നലാണ് മനുഷ്യനെ എല്ലാ തിന്മകളുടെയും കൂട്ടാളികളാക്കി മനുഷ്യനെ മാറ്റുന്നത്. അപ്പൊ നമ്മള് ഇപ്പോൾ സംസാരിക്കുകയും കാണുകയും കേൾക്കുകയും എന്തൊക്കെയോ കാട്ടിക്കൂട്ടുകയും ചെയ്യുന്ന ഈ ഒരു ദേഹം, ഇത് ഇങ്ങനെ പൊട്ടി വീണതല്ല ഭൂമി ആകാശത്ത് നിന്ന്, അല്ലെങ്കിൽ ഭൂമിയിൽ നിന്ന് പെടുന്നനങ്ങ് എഴുന്നേറ്റ് വന്നതൊന്നുമല്ല. ഇതിന് കുറെ ഘട്ടങ്ങൾ, ഈ രൂപത്തിലേക്ക് ഇതിനെ പരിവർത്തിപ്പിക്കുന്നതിന് പിന്നിൽ കുറെ ഘട്ടങ്ങൾ പിന്നിട്ടിട്ടുണ്ട്. അപ്പോ ഇത് എങ്ങനെയായിരുന്നു? ഇതിന്റെ വളരെ നിസാരമായ ഒന്നിൽ നിന്ന് അതിന്റെ ഉള്ളിൽ ഈ കാണുന്ന അനുഗ്രഹങ്ങളെ മുഴുവനും ചേർത്ത് വെച്ച്, അല്ലെ, കേൾവിയും കാഴ്ചയും ഹൃദയവും മറ്റു എല്ലാ അത്ഭുതാവഹമായ സംവിധാനങ്ങളും ചേർത്ത് വെച്ച് ഈ രൂപത്തിലേക്ക് എങ്ങനെയാണ് ഇത് മാറ്റപ്പെട്ടത്, ആരാണ് അതിന്റെ പിറകിലുള്ള ശക്തി, ആരാണെന്ന നിരന്തരമുള്ള ചിന്ത നടക്കേണ്ടതുണ്ട്. അതുകൊണ്ടാണ് മനുഷ്യന് ഹിദായത്ത് ലഭിക്കാൻ, അവന് മാർഗദർശനം ലഭിക്കുവാൻ, അവന് തെളിഞ്ഞ ചിന്തയും നന്ദിയുള്ള മനസ്സും ഉണ്ടാകാൻ, അവന്റെ ജീവിതത്തിന്റെ പിന്നിട്ട വഴിയിലേക്ക് തിരിച്ചു പോകണമെന്ന് നിരന്തരം അവന്റെ ചിന്ത കൊണ്ട് അവൻ തിരിച്ചു പോകണമെന്ന് ഖുർആൻ പടച്ച തമ്പുരാന് നിരന്തരം പറയുന്നത് കൊണ്ടാണ്. ഫൽയൻദുറിൽ ഇൻസാനു മിമ്മ ഖുലിഖ, മനുഷ്യൻ അവൻ ചിന്തിക്കുന്നില്ലേ അവൻ എന്തിൽ നിന്നാണ് സൃഷ്ടിക്കപ്പെട്ടത് എന്ന്. ഖുലിഖ മിൻ മാഇൻ ദാഫിഖ്, തെറിച്ചു വീഴുന്ന രേതസ്കണത്തിൽ നിന്നും നിന്നെ സൃഷ്ടിച്ചു. ഹൽ അതാ അലൽ ഇൻസാനി ഹീനും മിനദ് ദഹ്രി ലം യകുൻ ശൈഅൻ മദ്കൂറ, ഒന്നുമേ പറയാൻ പറ്റാത്ത ഒരവസ്ഥ നിനക്കുണ്ടായിരുന്നില്ല മനുഷ്യ, നീ എന്താണെന്ന് പോലും പറയാൻ പറ്റാത്ത ഒരു കാലം, ഒരു സമയം, ഒരു സന്ദർഭം നിനക്കുണ്ടായിരുന്നില്ലേ? അങ്ങനെ ഇല്ലായ്മയിൽ നിന്നും നീ ഉടലെടുക്കുകയും അങ്ങനെ കണ്ടാൽ അറുപ്പുളവാകുന്ന ഒന്നിൽ നിന്ന് നീ ഈ രൂപത്തിലേക്ക് പരിവർത്തിപ്പിക്കപ്പെടുകയും ചെയ്തില്ലേ? നീ ഇമ്മാ ഷാക്കിറം വ ഇമ്മാ കഫൂറ, കൈഫ തക്ഫുറൂന ബില്ലാ, നിനക്ക് എങ്ങനെയാണ് നിന്റെ നാഥനെ നിഷേധിക്കുവാൻ കഴിയുക? ഇവിടെ ഇനി ഈ കൂട്ടുകാരൻ ഇതേ വർത്തമാനം അടുത്ത് ഇതിനോട് ചേർന്നുള്ള ആയത്തിൽ പറയുന്നുണ്ട്, എങ്ങനെ നിനക്ക് നിഷേധിക്കാൻ കഴിയുന്നു എന്നുള്ളത്. നീ എന്തിൽ നിന്ന് രൂപപ്പെട്ടവനാണ് എന്ന് പറയും. കൈഫ തക്ഫുറൂന ബില്ലാ, നിനക്ക് എങ്ങനെയാണ് നിന്റെ നാഥനെ നിഷേധിക്കുവാൻ കഴിയുക? കുൻതും അംബാത്തൻ, നീ ഭൂമിയിൽ തന്നെ ഇല്ലാത്തവനായിരുന്നു. അഹ്യാക്കും, ഇപ്പോൾ ഇതാ നീ ഒരു സൃഷ്ടിയായി, ഒരു പുതിയ ജീവിയായി, ഒരു സൃഷ്ടിയായി, മനുഷ്യനായി നീ നിൽക്കുന്നു. നീ സുമ്മയുമീത്തുക്കും, നിന്റെ സമയം തീരാൻ പോവുകയാണ്. ആ സമയം കുറിച്ചു കഴിഞ്ഞു, അത് അസ്തമിക്കുവാൻ പോകുകയാണ്. സുമ്മയുമീത്തുക്കും, അതിനെ ഇല്ലായ്മ ചെയ്യും.
ആ സമയത്തെ അള്ളാഹു മുറിച്ചു കളയും. തുമ്മയുമീത്തു തുമ്മയുഹ്യീക്കും, വീണ്ടും നിന്നെ സൃഷ്ടിക്കും. തുമ്മ ഇലൈഹി തുഹ്ശറൂൻ, അള്ളാഹുവിൽ നിന്നെ വീണ്ടും പടച്ച തമ്പുരാൻ അവനിലേക്ക് നിന്നെ ഒരുമിപ്പിച്ചു കൂട്ടും. അപ്പോ പിന്നിട്ട വഴിയെ കുറിച്ച് ചിന്തിക്കാത്ത മനുഷ്യനിൽ ഉടലെടുക്കുന്ന ഒരു അഹങ്കാര ഭാവമാണ് ഞാനെന്ന ഭാവം. ആ ഭാവത്തെ ഇവിടെ എടുത്തു കാട്ടാണ്. സമ്പത്ത് കുമിഞ്ഞുകൂടി കഴിഞ്ഞാൽ, ഭൗതികമായ നേട്ടങ്ങൾ ഉണ്ടായിക്കഴിഞ്ഞാൽ ഇതെല്ലാം എന്റെ കഴിവാണ്, എന്റേതാണ് എന്ന വാദം. അവിടെ അവന്റെ നാഥനെ വിസ്മരിക്കുന്ന ഒരു, ഇതെല്ലാം നൽകിയ ദാതാവായ പടച്ച തമ്പുരാനെ വിസ്മരിക്കുന്ന ഒരു മനോഭാവം രൂപപ്പെടുകയും എന്റേതെന്ന ബോധത്തിലേക്ക് മടങ്ങുകയും ചെയ്യും. ഇതൊരു ശിർക്കാണ്. അതുകൊണ്ടാണ് അവർക്ക് വല്ല പ്രയാസങ്ങളും വന്നു കഴിഞ്ഞാല്, എനിക്ക് പ്രശ്നമൊന്നുമില്ല, എനിക്ക് ഇന്ന സംഭവങ്ങളുണ്ട്, എന്റെ ബിസിനസ് ഉണ്ട്, എന്റെ കഴിവുണ്ട്, എന്റെ മറ്റു സംവിധാനങ്ങളുണ്ട് എന്ന് പറയുന്ന ആൾക്കാരുണ്ട്. മഹാ അപകടമാണ് ആ പറയുന്നത്. അതെല്ലാം തന്നെ ഒരു നിമിഷം കൊണ്ട് എല്ലാം എല്ലാം അള്ളാഹു നിഷ്ഫലമാക്കി കളയും. എല്ലാം തന്നെ അള്ളാഹു എടുത്തു കളയും. എല്ലാം തന്നെ തകർത്ത് തരിപ്പണമാക്കി കളയും ഒരു നിമിഷം കൊണ്ട്. അപ്പൊ എന്റേതെന്ന് പറയാൻ ഈ ഭൂമിയിൽ ഒന്നുമില്ല. നിങ്ങൾ എല്ലാം കൈയൊഴിഞ്ഞുകൊണ്ട് നിങ്ങളുടെ നാഥനിലേക്ക് മടങ്ങുന്ന ഒരു ദിവസത്തെ അള്ളാഹു സൂചിപ്പിക്കുന്നുണ്ട്. പലയിടങ്ങളിലുമായിട്ട് ഖുർആൻ അള്ളാഹു സൂചിപ്പിക്കും. ഖവ്വൽനാക്കും വറാ അൽഹൂരിക്കും, എല്ലാം ഒഴിച്ച് നിങ്ങളുടെ പിറകിൽ നിങ്ങൾ ത്യജിച്ച് നിങ്ങൾ അതിനെ ഒഴിവാക്കി പോകുന്ന ഒരു ദിവസം. ആ ദിവസത്തെ വളരെ ശക്തമായി അള്ളാഹു നിരന്തരം ഉണർത്തുന്നുണ്ട്. എന്നാൽ പടച്ച തമ്പുരാനെ ബോധ്യപ്പെടുന്ന, എനിക്കൊരു കഴിവില്ല എന്നും, വല്ലദീ അൻശഅക്കും വജഅലക്കും അസ്സമഅ വൽ അബ്സാറ വൽ അഫ്ഇദ ഖലീലൻ മാ തശ്കുറൂൻ, അവൻ നിങ്ങളെ ഈ രൂപത്തിലേക്ക് പരിവർത്തിപ്പിക്കുകയും കേൾവിയും കാഴ്ചയും ഹൃദയവും അവൻ നിങ്ങൾക്ക് നൽകുകയും ചെയ്തു. എന്നാൽ ഖലീലൻ മാ തശ്കുറൂൻ, നന്ദി കാണിക്കുന്നവർ വളരെ കുറവാണ്. അപ്പൊ ഈ കണ്ണില്ലെങ്കിൽ എന്ത് ചെയ്യും? കേൾക്കാൻ കഴിവില്ലെങ്കിൽ എന്ത് ചെയ്യും? മിടിക്കുന്ന ഹൃദയമില്ലെങ്കിൽ എന്ത് ചെയ്യും? ഖുൽ അറഅയ്തും ഇൻ അഖദല്ലാഹു സമഅക്കും വഅബ്സാറക്കും വഖതമ അലാ ഖുലൂബിക്കും മൻ ഇലാഹുൻ ഗൈറുല്ലാഹി യഅതീകും ബിഹി. നിങ്ങൾ പറയൂ, നിങ്ങളുടെ കേൾവിയെ അള്ളാഹു ചീന്തിയെടുത്തു, നിങ്ങളുടെ കാഴ്ചയെ അള്ളാഹു ഇല്ലാതെയാക്കി, വഖതമ അലാ ഖുലൂബിക്കും, നിങ്ങളുടെ ഹൃദയത്തിന്റെ ആ തുടിപ്പിനെ അള്ളാഹു അങ്ങ് നിശ്ചലമാക്കി കളഞ്ഞു. ആരാണ് പിന്നീട് അത് നിങ്ങൾക്ക് കൊടുന്നരിക? അല്ലെ, നെഞ്ഞിനൊരു ചെറിയ വേദന വന്നാൽ മതി, വഖതമ അലാ ഖുലൂബിക്കും എന്നുള്ളത് അവിടെ ആ ഹൃദയത്തിന്റെ ചലനത്തിന്റെ നിശ്ചലതയെയാണ് പിന്നെ സൂചിപ്പിക്കുന്നത് എന്നാണ്. കാരണം അതിനു മുമ്പുള്ള ആ വാക്കുകൾ നിങ്ങളുടെ കണ്ണിന്റെ കാഴ്ചയെ എടുത്തു മാറ്റി, നിങ്ങളുടെ കേൾവി ശക്തിയെ അള്ളാഹു ഊരിയെടുത്തു. പിന്നെ വഖതമ അലാ ഖുലൂബിക്കും എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ ഹൃദയത്തിന്റെ ചലനത്തെ അള്ളാഹു നിശ്ചലമാക്കി കളഞ്ഞു. ആരാണ് പിന്നീട് നിങ്ങൾക്ക് തരാനുള്ളത് എന്നാ? സ്വന്തത്തെ മറക്കുമ്പോൾ ഞാൻ എന്ന ഭാവം ഉടലെടുക്കുന്നു. അന അക്തറു മിൻക, ഞാൻ നിന്നേക്കാളും ഉത്കൃഷ്ടനാണ്. മാലൻ, സമ്പത്തിനാൽ, വഅഅസ്സു നഫറൻ, അതുപോലെ തന്നെ വിസ്തൃതമായ വിശാലമായ കുടുംബ മഹിമയാൽ ഞാൻ എന്താണ്? നിന്നേക്കാളും ഉത്കൃഷ്ടനാണ് എന്ന് അയാൾ പറഞ്ഞു. വദഖല ജന്നതഹു, അയാള് സ്വർഗത്തിൽ, അയാളുടെ തോട്ടത്തിൽ, സ്വർഗ സമാനമായ തോട്ടത്തിൽ അയാൾ പ്രവേശിച്ചു. അപ്പൊ ഇവിടെ ജന്നത്താനി എന്ന് മുമ്പ് പറഞ്ഞിട്ടുണ്ട് അല്ലേ? പിന്നെ പറഞ്ഞ വദഖല ജന്നത്തുഹു എന്നാണ്. അയാളെ തോട്ടത്തിൽ പ്രവേശിച്ചു. അപ്പൊ എന്തുകൊണ്ടാണ് ജന്നത്തുഹു എന്ന് പറഞ്ഞത്? അവിടെ സിംഗുലർ ആയിട്ട് എന്താണ് പറഞ്ഞത്? ആ ഏകവചനമായിട്ട് എന്തുകൊണ്ടാണ് പറഞ്ഞത്? അതായത് വദഖല ജന്നത്തുഹു എന്ന് പറഞ്ഞാൽ ഇയാൾക്ക് വിശാലമായ തോട്ടുണ്ട്, അതിന്റെ ഒരു ഭാഗത്ത് അയാൾ പ്രവേശിച്ചു എന്നാ. കാരണം മനുഷ്യന് പൂർണ്ണമായിട്ട് ഒരേ സമയം തന്നെ പിന്നെ അതിനെ എല്ലായിടങ്ങളിലേക്കും ഒരു മനുഷ്യന് എത്തിപ്പെടാൻ പറ്റൂലല്ലോ. അപ്പോ അതിന്റെ ഒരു ഭാഗത്ത് അയാൾ പ്രവേശിച്ചു. അയാള് സ്വന്തത്തോട് തന്നെ മഹാപാതകം ചെയ്തവനായിട്ട് അയാൾ പ്രവേശിച്ചു. അപ്പൊ എന്താണ് സ്വന്തത്തോട് തെറ്റ് ചെയ്യാന്ന് പറഞ്ഞാൽ എന്താണ്? സ്വന്തം ദേഹത്തോട് പാപം ചെയ്യാന്ന് പറഞ്ഞാൽ എന്താണ്? അതാണ് ഞാൻ എന്ന ഭാവം ഒരു മനുഷ്യൻ അവനോട് തന്നെ ചെയ്യുന്ന ഒരു കുറ്റാണ്, ഒരു വലിയൊരു പാതകമാണ് ഞാൻ എന്ന ഭാവം. അല്ലെങ്കിൽ പടച്ച തമ്പുരാനെ വിസ്മരിച്ചുകൊണ്ടുള്ള മനുഷ്യന്റെ ഏത് ഇടപെടലും അത് അവനോട് തന്നെ ചെയ്യുന്ന പാപമാണ്. ഖുർആൻ പലയിടങ്ങളിലും ഈ ളുൽമിനെ, നഫ്സിനെല്ലാം തന്നെ പിന്നെ വേർതിരിച്ച് പിന്നെ അള്ളാഹു പറയുന്നുണ്ട്.
എന്താണ് പിന്നെ നഫ്സ് എന്ന്, അതുപോലെ തന്നെ ളുൽമ എന്താണെന്ന് അള്ളാഹു പറയുന്നുണ്ട് അല്ലെ. ഇസ്രായേൽ സമൂഹവുമായി ബന്ധപ്പെട്ട് ധാരാളം സ്ഥലങ്ങളിൽ അള്ളാഹു ളുൽമ എന്ന വാക്കിനെ ഉപയോഗിക്കുന്നുണ്ട്. വഅലല്ലദീന ഹാദു ഹറംന മാ ഖസസ്ന അലൈക മിൻ ഖബ്ലു അല്ലെ. പിന്നെ വമാ ളലംനാഹും വലാകിൻ കാനു അൻഫുസഹും യദ്ലിമൂൻ. അള്ളാഹു ഹലാലാക്കിയതിനെ അവർ തന്നെ ഹറാമാക്കുക. അപ്പൊ അള്ളാഹു അവരിൽ അങ്ങ് ഇടപെടും. ദുൽമ എന്ന് പറഞ്ഞാല് നമ്മള് ഒരാൾക്ക് നൽകേണ്ട ഒരു ഹക്കിനെ പിടിച്ചു വെക്കുകയോ അല്ലെങ്കിൽ പിന്നെ അതിനെ അർഹതയില്ലാത്ത ഒന്നിലേക്ക് അതിനെ മാറ്റുകയോ ചെയ്യുന്നതിനാണ് ദുൽമ എന്ന് പറയുക. അപ്പോ ഇവിടെ ഖുർആൻ പലയിടങ്ങളിലും പിന്നെ ഈ ദുൽമ എന്ന വാക്കിനെ പല രൂപത്തിലായി ഉപയോഗിച്ചത് കാണാൻ പറ്റും. ഖാലല്ലദീന ഹാദു ഹറംനാ കുല്ലദീ ദുഫ്രിൻ. അപ്പൊ എന്താണ് പിന്നെ മാ ഖസസ്ന അലൈക, ഇതിന് മുമ്പ് നാം നിനക്കത് പറഞ്ഞു തന്നിട്ടുണ്ട് എന്ന് പറയാണ്. ഇവരെന്തൊരു അക്രമാണ് കാണിച്ചത്. അപ്പൊ അത് പിന്നെ അള്ളാഹു അവർക്ക് പലതിനെയും അങ്ങ് നിഷിദ്ധമാക്കി കൊടുക്കുകയാണ്, അങ്ങ് നിഷിദ്ധമാക്കി മാറ്റണം അള്ളാഹു. അതുകൊണ്ടാണ് വമാ ളലംനാഹും വലാകിൻ കാനു അൻഫുസഹും യദ്ലിമൂൻ. നാം അവരെ ആക്രമിച്ചിട്ടില്ല, അവരെ തന്നെ ആക്രമിക്കായിരുന്നു. ഇന്നക്കും ളലംതും അൻഫുസക്കും ബിത്തിഖാദിക്കുമുൽ ഇജ്ല. അല്ലെ, നിങ്ങള് പശുക്കുട്ടിയെ നിങ്ങള് പിന്നെ ദൈവീക സ്ഥാനത്ത് പ്രതിഷ്ഠിച്ചതിലൂടെ നിങ്ങളോട് തന്നെ അക്രമം കാണിച്ചിരിക്കുന്നു. ഷിർക്ക് എന്ന് പറയുന്ന വലിയൊരു അക്രമാണ്. ഇന്നല്ലദീന ആമനു വലം യൽബിസു ഈമാനഹും ബിളുൽമിൻ. അള്ളാഹുവിൽ നിർഭയത്വം പ്രാപിക്കുക, എന്നിട്ട് ഈമാനിൽ അക്രമം പ്രവർത്തിക്കാതിരിക്കുക, അതിനോട് അക്രമത്തിന്റെ ഉടയാട അതിനോടൊപ്പം അണിയാതിരിക്കുക. എന്നാ അവർക്ക് ലഹുമുൽ അംനു വഹും മുഹ്തദൂൻ, അവർക്ക് നിർഭയത്വമുണ്ട്, അവർ മാർഗദർശികളുമായിരിക്കും എന്നാണ്. ളുൽമ്, അക്രമം എന്ന് പറയുന്നത് പടച്ച തമ്പുരാനെ ബോധ്യപ്പെടാത്ത രൂപത്തിലുള്ള അല്ലെങ്കിൽ സ്രഷ്ടാവിനെ വിസ്മരിച്ചുകൊണ്ടുള്ള ഏത് ഇടപെടലും അത് സ്വന്തത്തോട് കാണിക്കുന്ന അക്രമാണ്, സ്വന്തം ദേഹത്തോട് കാണിക്കുന്ന അക്രമാണ്. കാരണം നമ്മുടെ ഉള്ളിൽ രണ്ട് രൂപത്തിൽ എപ്പോഴും സംസാരിച്ചു കൊണ്ടിരിക്കുന്നുണ്ട്. ഇപ്പൊ ഞാൻ ഈ സംസാരിക്കുമ്പോൾ തന്നെ ഉള്ള് പലപ്പോഴും പിന്നെ തെറ്റുകൾ സംഭവിക്കുമ്പോൾ അതിനോട് ഉള്ളു പ്രതികരിക്കുന്നുണ്ട്. അപ്പൊ ഒരു ഫിത്രിയായ ഒരു റൂഹിന്റെ ഇടപെടലും ഒരു ദേഹത്തിന്റെ ഇടപെടലും ഒരേ സമയം നമ്മൾ നടക്കുന്നുണ്ട്. അപ്പൊ ഒരു ശൈത്താനിയായ സംസ്കാരത്തിന്റെയും റൂഹാനിയായ സംസ്കാരത്തിന്റെയും പിന്നെ ഉൾച്ചേർന്ന് നിൽക്കുന്ന ഒരു സൃഷ്ടിയാണ് മനുഷ്യൻ എന്ന് പറയുന്നത്. ശരീരം ഇന്നൻ നഫ്സല അമ്മാറത്തും ബി സൂഇ, എപ്പോഴും ശരീരം എന്താക്കും, അത് തിന്മയെ പ്രേരിപ്പിക്കും. റൂഹ് അതിന്റെ ഇടയിൽ കിടന്നിട്ട് ഇങ്ങനെ പിടക്കും നമ്മളെ. കാരണം റൂഹ് ഈ ഭൗതികമായ ഒന്നുമായിട്ട് ബന്ധമില്ലാത്ത ഒരു സൃഷ്ടിയാണ് റൂഹ് എന്ന് പറയുന്നത്. ഈ ദേഹം ഈ മണ്ണിൽ നിന്ന് ഉണ്ടാക്കിയ ഒരു സാധനമാണല്ലോ. അതും ഈ പിന്നെ ഇനി വരുന്ന ആയത്തില് ആ ഒരു ചിന്തയും അള്ളാഹു പിന്നെ കൊണ്ടുവരുന്നുണ്ട് അല്ലെ. ആ പാവപ്പെട്ട മനുഷ്യൻ പിന്നെ നീ എന്തിൽ നിന്നാണ് ഈ ഭൂമിയിലേക്ക് വന്നത് എന്ന് ചോദിച്ചുകൊണ്ട് അത്തരത്തിലൊരു വാക്ക് അദ്ദേഹം ഉപയോഗിക്കുന്നുണ്ട്. അപ്പോ പിന്നെ ഈ ദേഹം എന്നുള്ളത്, നമ്മുടെ ഈ ശരീരം എന്നുള്ളത് ഇത് നമ്മൾ സഞ്ചരിക്കുന്ന ഒരു വാഹനമാണ്. ഇതിനെ അള്ളാഹു ഉണ്ടാക്കിയിരിക്കുന്നത് ഈ മണ്ണിൽ നിന്നാണ്. എവിടെയാണ് ആയത്ത്? ഖാലലഹു സ്വാഹിബുഹു വഹുവ അക്ഫർത ബില്ലദീ ഖലഖക മിൻ തുറാബിൻ. അല്ലെ, മണ്ണിൽ നിന്ന് നിന്നെ സൃഷ്ടിച്ച നിന്റെ നാഥനോട് നീ ധിക്കാരം പ്രവർത്തിച്ചുവല്ലേ, അവനെ നീ നിഷേധിച്ചുവല്ലേ എന്ന് ചോദിക്കുന്നുണ്ട്. അപ്പൊ നമ്മൾ സഞ്ചരിക്കുന്ന ഒരു കൂടാരം മാത്രമാണ്, ഒരു മൺകൂട് മാത്രമാണ് ഈ ശരീരം എന്ന് പറയുന്നത്. ഇപ്പൊ നമ്മൾ ഈ ഉപയോഗിക്കുന്ന സാധനം, നമ്മൾ ഇതിന്റെ ഉള്ളിൽ നിന്ന് ഇറങ്ങിക്കഴിഞ്ഞാല് ഇതെന്താവും, ഇത് നിശ്ചലമായി പോകും, പിന്നെ ഇതിനൊന്നിനും പറ്റൂല. ഇപ്പൊ കുറച്ച് ചൂട്, നമ്മൾ ഇതിന്റെ ഉള്ളിൽ നിൽക്കുന്നോണ്ടാണ് ഇതിന് ചൂടുള്ളത്. നമ്മൾ പോയി കഴിഞ്ഞാല് ഈ ചൂടങ്ങ് പിന്നെ നിലച്ചു പോകും, പിന്നെ ഇത് അഴുകാൻ തുടങ്ങും. അപ്പൊ അത് എന്തിൽ നിന്നാണോ ഉണ്ടായത് അതുമായിട്ട് അത് ലയിച്ചു ചേരും. ഇല്ല അജബുദ്ദനബി, നമ്മുടെ വിത്തൊഴിച്ച് ബാക്കിയെല്ലാം തന്നെ പിന്നെ മണ്ണായി തീരും. വദഖല ജന്നതഹു, അയാള് ആ തോട്ടത്തിൽ പ്രവേശിച്ചു, അയാളോട് തന്നെ അക്രമം ചെയ്തവരായിട്ടുണ്ട്. കാരണം അയാൾ അഹങ്കാരിയായി നടക്കുക. അഹങ്കാരം അള്ളാഹു ഒരിക്കലും ഇഷ്ടപ്പെടില്ല അല്ലെ. അൽ കിബറു റിദാഇ, കിബർ എന്ന് പറയുന്നത് അത് അള്ളാഹുവിന്റെ മാത്രം ഉടയാടയാണ്, അഹങ്കരിക്കുക എന്നുള്ളത്. കാരണം മനുഷ്യൻ എപ്പോഴും അവന്റെ അഹങ്കാരത്തെ അവനെ നീതിക്കെതിരെ പ്രയോഗിക്കും എന്നുള്ളതാണ്.
അത് വാക്കിൽ, പ്രവൃത്തിയിൽ എല്ലാം തന്നെ അത് പ്രകടിപ്പിക്കും അയാൾ. പാവപ്പെട്ട മനുഷ്യരോട് അങ്ങനെയാണ്. സമ്പന്നർക്ക് എപ്പോഴും ഒരു പുച്ഛഭാവമായിരിക്കും പാവപ്പെട്ടവരോട്. അവനെപ്പോഴും കാണുന്ന ഒരു നിസാരമായ കാഴ്ച ഉണ്ടാവും. അവനെപ്പോഴും കാണുന്ന ഒരു നിന്ദ്യമായ ഒരു ഭാവം ഉണ്ടാവും. അതുകൊണ്ട് പിന്നെ നിങ്ങൾ സൂറത്ത് അൻആമില് നൂഹ് നബിയോട് തന്റെ പിന്നെ ആളുകൾ പറയുന്ന ഒരു വർത്താനം ഉണ്ടല്ലോ, അല്ലെ? നൂഹ് നബിയോട് ആ സമൂഹത്തിലെ ധിക്കാരികളായ അധികാരികൾ പറയുന്ന ഒരു വർത്താനം. സമ്പത്ത് കൂടുമ്പോൾ ഉണ്ടാകുന്ന ഒരു പ്രശ്നമാണ്. ഭൗതികമായ നേട്ടങ്ങൾ കൂടുമ്പോൾ ഉണ്ടാകുന്ന ഒരു പ്രശ്നമാണ്. ഫഖാലൽ മലഉല്ലദീന കഫറൂ മിൻ ഖൗമിഹി, നൂഹ് നബിയുടെ സമൂഹത്തിലെ സമ്പന്നരായ ധിക്കാരി വർഗം പറഞ്ഞു, എന്താണ്? മാ നറാക ഇല്ല, നീ ഞങ്ങളെപ്പോലെയുള്ള ഒരു മനുഷ്യൻ മാത്രമാണ്. വമാ നറാക തബഅക ഇല്ലല്ലദീന ഹും അറാദിലുന ബാദിയർ റഈ, നിന്നോട് കൂടെ കൂടിയിരിക്കുന്ന ആൾക്കാർ ആരാണ്? ഏറ്റവും നിന്ദരായ, താഴേ തട്ടിലുള്ള ചിന്താശൂന്യരായ ആൾക്കാരാണ്. നറാലക്കും അലൈനാമിൻ ഫദ്ലിൻ, ഞങ്ങൾക്ക് മുകളിൽ നിങ്ങൾക്ക് ഒരു ഒരു ഫദ്ലുമില്ല, ഒരു ശ്രേഷ്ഠതയും ഇല്ല. ബൽ നദുന്നുക്കും കാദിബീൻ, നിങ്ങളെല്ലാം കള്ളന്മാരാണെന്നാണ് ഞങ്ങളുടെ അഭിപ്രായം. അപ്പോ ഒരു പ്രവാചകനെ നിന്ദിക്കുക, ആ പ്രവാചകന്റെ കൂടെ കൂടിയ ദുർബലരായ മനുഷ്യരെ നിന്ദിക്കുക, ഇത് നമ്മളെ ചുറ്റുപാടിലേക്ക് നോക്കി നമുക്കത് കാണാൻ പറ്റും. ഞാനെന്ന ഭാവം പേറുന്ന കൂട്ടങ്ങൾ, വ്യക്തികൾ, കൂട്ടങ്ങൾ, ഇവരിലെല്ലാം ഈ ഭാവം എല്ലാ കാലത്തും നിലനിൽക്കുന്നത് കാണാൻ പറ്റും. അതുകൊണ്ടാണ് നമ്മുടെ നാട്ടിലെല്ലാം ഈ തൊട്ടുകൂടായ്മയും തീണ്ടിക്കൂടായ്മയിലും അതിശക്തമായി നിൽക്കുന്നത്. ചില ആളുകൾ അവരുടെ മേൽക്കോയ്മ കൊണ്ട്, ഞങ്ങൾ വലിയവരാണെന്ന ബോധം കൊണ്ടുള്ള ആ ഭാവം പേറുന്നവരുണ്ടാവും. ചില ആൾക്കാർ പിന്നീട് സമ്പത്ത് ഉണ്ടായിട്ട് അതിലൂടെ ഞാൻ വലിയവനാണെന്ന് ധരിക്കുന്ന ആൾക്കാരുണ്ടാവും. നൂഹ് നബിയുടെ സമൂഹത്തിലെ ധിക്കാരികൾ പറഞ്ഞ വർത്തമാനത്തെ അള്ളാഹു എടുത്തു കാണിക്കുമ്പോൾ അവിടെ അവർക്കിടയിലെ പാവപ്പെട്ട ആളുകളെ ഏറ്റവും നിന്ദിക്കുന്ന രൂപത്തിൽ സംസാരിക്കുന്ന ഒന്നിനെ അള്ളാഹുവിടെ എടുത്തു കാണിക്കുകയാണ്. ഇതേപോലെയാണ് ഇയാളും വളരെ തന്റെ കൂട്ടുകാരനെ, തന്റെ കൂടെയുള്ള ആ സഹോദരനെ, മനുഷ്യനെ വളരെ നിന്ദിച്ചുകൊണ്ട്, വളരെ പുച്ഛഭാവത്തോടു കൂടി നോക്കിക്കൊണ്ട് അയാളോട് സംസാരിക്കുകയാണ്. ആ സംസാരം, ആ ഭാവം അയാളോട് തന്നെ കാണിച്ച അക്രമമാണ് എന്ന് അള്ളാഹു പറയാം. അതിലെ ഒരു ധിക്കാരത്തിന്റെ ഒരു മൂർത്തമായ ഭാവത്തെ പിന്നീട് എടുത്തു കാണിക്കുന്നത് എങ്ങനെയാണ്? എന്നിട്ട് അയാൾ പറയാണ്, മാ അവുന്നു അന്തബീദ ആദിഹി അബദ, ഇതൊന്നും നശിക്കുന്നു ഞാൻ ഒരിക്കലും കരുതണില്ല, ഇതെല്ലാം സ്ഥായിയായി നിൽക്കുന്ന ഒന്നാണെന്ന, പടച്ച തമ്പുരാനെ എല്ലാ അർത്ഥത്തിലും നിഷേധിക്കുന്ന, അത് നൽകിയ ഒരു ശക്തിയെ പൂർണ്ണമായിട്ട് നിരാകരിക്കുന്ന ഒരു ഭാവം അയാളിലുണ്ട്. അതുകൊണ്ട് സമ്പത്ത് ഹലാലായ രൂപത്തിൽ എപ്പോഴും ഉണ്ടാക്കണം. ഹറാമായ രൂപത്തിൽ ഉണ്ടായിക്കഴിഞ്ഞാൽ നമ്മളെ ഈ രൂപത്തിലേക്ക് നമ്മൾ എത്തിക്കും. അല്ലെങ്കിൽ ഉണ്ടാകുന്ന ഒന്നിനോട് ശുക്രില്ലാത്ത മനസ്സുണ്ടായാലും ഈ രൂപത്തിലേക്ക് മനുഷ്യൻ എത്തിക്കും. സുലൈമാൻ നബി അള്ളാഹു മറ്റു പ്രവാചകന്മാരിൽ നിന്നും അധികാരം നൽകിക്കൊണ്ട്, രാജാധിപത്യം നൽകിക്കൊണ്ട് അനുഗ്രഹിച്ചൊരു മഹാപ്രവാചകനാണ് സുലൈമാൻ. പക്ഷെ ആ പ്രവാചകന്റെ ഓരോ വാക്കുകളും നിങ്ങൾ ശ്രദ്ധിച്ചു നോക്കിയാൽ മതി. എല്ലാത്തിനെയും അള്ളാഹുമായിട്ട് ചേർത്ത് വെക്കുന്നുണ്ടാവും. ബിൽഖീസിനെ പിന്നെ എഴുത്ത് കൊടുത്തു വിടുമ്പോൾ പോലും അതില് പിന്നെ പരമകാരുണ്യവാൻ എന്ന ഒരു വാക്ക് അദ്ദേഹം ഉപയോഗിക്കും, അല്ലെ? തൂരി മുസ്ലിമീൻ എന്ന് പറയാ. എന്റെ അടുക്കൽ വരേണ്ടത് എനിക്ക് കീഴ്പ്പെട്ടുകൊണ്ടല്ല, നിങ്ങൾ പടച്ച തമ്പുരാന് കീഴ്പ്പെട്ടുകൊണ്ട് വരണം എന്നാണ് പറഞ്ഞത്. അതുകൊണ്ടാണ് ബിൽഖീസ് പറഞ്ഞത്, ഒരു മാന്യനായ വ്യക്തിയിൽ നിന്നും ഒരു കത്ത് നമുക്ക് കിട്ടിയിരിക്കുന്നു. എന്തുകൊണ്ടാണ് അങ്ങനെ വളരെ മാന്യമായ രൂപത്തിൽ വ്യക്തിത്വമുള്ള ഒരു മനുഷ്യനിൽ നിന്നും എനിക്കൊരു എഴുത്ത് കിട്ടിയിരിക്കുന്നു എന്ന് ആ സ്ത്രീയെ കൊണ്ട്, ആ രാഷ്ട്രതന്ത്രജ്ഞയെ കൊണ്ട് പറയിപ്പിക്കാൻ കാരണം എന്താണ്? അത് ഉപയോഗിച്ച ആ വാക്കിന്റെ പ്രത്യേകത. എനിക്ക് കീഴ്പ്പെട്ട് വരണം, എന്നിലേക്ക് വരണം എന്നല്ല, നിങ്ങൾ പടച്ചോന് കീഴ്പ്പെട്ടിട്ട് നിങ്ങൾ ഇങ്ങോട്ട് വരൂ എന്നാണ് പറഞ്ഞത്. അപ്പൊ താഴ്മയുടെ, അള്ളാഹുവിനോട് സ്വയം പടച്ച തമ്പുരാന്റെ മുമ്പിൽ ശിരസ് നമിച്ചുകൊണ്ട് അള്ളാഹുവിന് വേണ്ടി ജീവിക്കുന്ന, പ്രപഞ്ചനാഥന് വേണ്ടി ജീവിക്കുന്ന, അവനെ ബോധ്യപ്പെടുത്തുന്ന ഒരു മനസ്സുള്ള വ്യക്തിയാണിത്. ഇത് ഇയാളിൽ അഹങ്കാരമില്ല എന്നാണ് തിരിച്ചറിയുന്നത്. അതുകൊണ്ടാണ് എല്ലാ സൗഭാഗ്യങ്ങളും തന്റെ മുമ്പിൽ ഇങ്ങനെ കാണുമ്പോഴും അദ്ദേഹത്തിന്റെ പ്രാർത്ഥന എന്താണ്? ഇതെല്ലാം എന്റെ നാഥന്റെ അനുഗ്രഹമാണ്. റബ്ബി, ഇതെല്ലാം എന്റെ റബ്ബിന്റെ ഫദ്ലാണ്.
എന്തെല്ലാം അനുഗ്രഹങ്ങളാണ്. വിജ്ഞാനത്തിന്റെ ഒരു മഹാലോകത്തെ, ടെക്നോളജിയുടെ ഒരു എല്ലാ അവസ്ഥാന്തരീക്ഷത്തെയും ആ പ്രവാചകന്റെ മുമ്പിൽ അള്ളാഹു തുറന്നു കൊടുത്തിട്ടുണ്ട്. അതുകൊണ്ടാണ് അംർ ഖാലിദ് പിന്നെ സൂറത്തുൻ നംലിനെ വിശദീകരിക്കുന്നിടത്ത് സൂറത്തുൻ നംല് എന്ന് പറഞ്ഞാൽ ടെക്നോളജിയാണ് അദ്ദേഹം പറയുന്നത്. ടെക്നോളജി. കാരണം ഇന്നും മനുഷ്യൻ കണ്ടെത്താത്ത, ഇന്നും മനുഷ്യൻ എത്തിപ്പെടാത്ത വിജ്ഞാനങ്ങളുടെ മഹാവാതായനം തുറന്ന പ്രവാചകനാണ് ആര്? സുലൈമാൻ നബി. നമ്മളെ ചുറ്റും ഏതെല്ലാം പക്ഷികളാണ് ചിലച്ചുകൊണ്ടിരിക്കുന്നത്, സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. നമ്മള് ശാസ്ത്ര പഠന ഗവേഷണങ്ങളുടെ വലിയ ഒരു വിശാലമായ ലോകത്താണ് ജീവിക്കുന്നത് എന്ന് പറയുമ്പോഴും നമ്മുടെ ചുറ്റും ചിലച്ചുകൊണ്ടിരിക്കുന്ന, സംസാരിച്ചുകൊണ്ടിരിക്കുന്ന പക്ഷികളുടെ സംസാരം നമുക്കറിയോ? നമുക്കറിയില്ല. എന്നാൽ എത്രയോ കാലം മുമ്പ് കടന്നുപോയൊരു പ്രവാചകനെ ഇപ്പോഴും നമുക്കിടയിൽ ചർച്ച ചെയ്യുകയാണ് അള്ളാഹു. ലൈവാക്കി അള്ളാഹു നിർത്തുകയാണ്. എന്നിട്ട് പറയാണ്, എന്നിട്ട് അവിടെ ഉപയോഗിക്കുന്ന വാക്കെന്താണ്? എല്ലാ മനുഷ്യരെക്കാളും അള്ളാഹു എന്നെ ശ്രേഷ്ഠനാക്കിയിരിക്കുന്നു, അതിനാൽ ഞങ്ങളെ ശ്രേഷ്ഠരാക്കി, ഇൽമു കൊണ്ട്, ജ്ഞാനം കൊണ്ട് ശ്രേഷ്ഠരാക്കി. അതിനാൽ പടച്ചോനെ നിനക്കാണ് സ്തുതി. അൽഹംദുലില്ലാഹില്ലദീ ഫദ്ദലനാ അലാ കസീരിൻ മിൻ ഇബാദിഹിൽ മുഅ്മിനീൻ എന്ന് പറഞ്ഞുകൊണ്ടാണ് അള്ളാഹനെ സ്തുതിക്കുന്നത്. വിജ്ഞാനം കൊണ്ട് ഞങ്ങളെ ശക്തരാക്കി എന്ന് പറയാം. അഹങ്കാരം തൊട്ട് തീണ്ടാത്ത, അഹംഭാവം ലവലേശം മനസ്സിൽ പിടികൂടാത്ത ശുദ്ധമായ ഒരു മനസ്സിനെയും ചിന്തയെയും എല്ലാ സൗഭാഗ്യങ്ങൾക്ക് നടുവിൽ നിൽക്കുമ്പോഴും പടച്ച തമ്പുരാന് ആ പ്രവാചകനെ കൊണ്ടുവന്നുകൊണ്ട് ആ പ്രവാചകന്റെ മനോഹരത്തെ അള്ളാഹു അവതരിപ്പിക്കുകയാണ്. അതുകൊണ്ടാണ് ഹാദാ മിൻ ഫദ്ലി റബ്ബി, ഇതെല്ലാം എന്റെ നാഥന്റെ ഫദ്ലാണ്, കാരുണ്യമാണ്, അവന്റെ ദയാവായ്പയാണ് ഇതെല്ലാം തന്നെ, എനിക്കിതിലൊരു പങ്കുമില്ല എന്ന് പറഞ്ഞു വെക്കുകയാണ്. അല്ലെ? പക്ഷികളോട് സംസാരിക്കുന്നു, ഉറുമ്പുകളോട് സംസാരിക്കുന്നു, ചുറ്റുമുള്ള എല്ലാ ജീവജാലങ്ങളും താൻ പറയുന്നത് മുഴുവനും പൂർണ്ണമായിട്ട് അനുസരിക്കുന്ന ജീവിതത്തിലെ സൗഭാഗ്യങ്ങളുടെ ഏറ്റവും ഉന്നതമായ ഒരു അവസ്ഥ. കാറ്റിൽ സഞ്ചരിക്കുന്നു. അതുപോലെ തന്നെ മഹാസൗധങ്ങളെ, മണിമാളികകളെ, പളുങ്ക് കൊട്ടാരങ്ങൾ നിർമ്മിക്കുന്നു. അതുപോലെ തന്നെ ഇന്നും മനുഷ്യനെ ഒരു ഖരവസ്തുവിനെ നിമിഷ നേരം കൊണ്ട് മിഴിചിമ്മി തുറക്കുന്നതിന് മുമ്പേ ഒരിടത്തേക്ക് എത്തിക്കുന്ന ടെക്നോളജി ഇന്നും മനുഷ്യനെ സാധ്യമായിട്ടില്ല. എന്നാൽ താൻ പ്രവർത്തിക്കാതെ തന്റെ ചുറ്റുമുള്ള മനുഷ്യർക്ക് ആ വിജ്ഞാന കഴിവുകൾ ഉണ്ടായിരുന്നു എന്ന് ലോകത്തെ ഇന്നും ബോധ്യപ്പെടുത്തുകയാണ് ചെയ്യുന്നത്. ആര് കൊണ്ടുവരും എന്ന് ചോദിക്കുകയാണ്. ആര് കൊണ്ടുവരും എന്ന് ചോദിക്കുമ്പോൾ നിങ്ങളുടെ ഇരിപ്പിടത്തിൽ നിന്ന് എഴുന്നേൽക്കുന്നതിന് മുമ്പ് കൊണ്ടുവരാം. അവിടെ ആ ഇരിപ്പിടത്തിൽ നിന്ന് എഴുന്നേൽക്കുന്നതിന് മുമ്പ് എന്ന് പറയുന്നത് ആ പ്രവാചകൻ വിധികൾ പറയുവാൻ വേണ്ടി തന്റെ കസാരയിൽ ഇരുന്ന് ആ വിധി നിർണയങ്ങളെല്ലാം കഴിഞ്ഞ് എഴുന്നേൽക്കുന്ന ഒരു പ്രത്യേക സമയമാണ്. നിങ്ങളുടെ ഇരിപ്പിടത്തിൽ നിന്ന് എഴുന്നേൽക്കുക എന്ന് പറയുന്നതിനെ മുഫസ്സിരീങ്ങൾ വിശദീകരിക്കുന്നത്. എന്നാല് അത് പറ്റൂല, അത് സമയം കൂടുതലാണെന്ന് പറയാണ്. അപ്പോ അതിനേക്കാളും സ്പീഡുള്ള ഒരു സമയം ഉണ്ട് എന്ന് ഈ നായകന് അറിയാം എന്നാണ് അള്ളാഹു അവിടെ പറഞ്ഞു വെക്കുന്നത്, പറയാതെ പറയുന്നത്. അപ്പൊ ഒരാൾ പറയാണ്, എന്താണ്? ഖാലലഹു റജുലുൻ ഇൻദഹു ഇൽമുൻ മിനൽ കിതാബി, വേദജ്ഞാനമുള്ള അല്ലെങ്കിൽ ശാസ്ത്രജ്ഞാനമുള്ള, അത് എങ്ങനെയാണോ വ്യാഖ്യാനിക്കുന്നത് അതുപോലെ അതിനെ വ്യാഖ്യാനിക്കാം. ആ ഇൽമുള്ള ഒരാൾ പറഞ്ഞു, നിങ്ങളുടെ മിഴി ചിമ്മി തുറക്കുന്നതിന് മുമ്പേ സെക്കൻഡിന് ഉള്ളിൽ കൊണ്ടുവരാം. അത് പറഞ്ഞു കഴിഞ്ഞ് തീരുന്നതിന് മുമ്പേ ആ സിംഹാസനം അദ്ദേഹത്തിന് മുമ്പിൽ ഉണ്ടായിരുന്നു. അപ്പൊ ആ പ്രവാചകന് തന്നെ അതറിയാം, അഗാധമായ വിജ്ഞാന ലോകത്ത് തുറന്ന പ്രവാചകൻ. അതുകൊണ്ടാണ് അള്ളാഹു അതിൽ എടുത്തു കാണിക്കുന്നത്. അത് വേറൊരു ചർച്ചയാണ്, വേറൊരു ചിന്താലോകമാണ്. അത് സൂറത്തുൽ നംലുമായി ബന്ധപ്പെട്ട് ഇന്ന് നമ്മൾ ചർച്ച ചെയ്യേണ്ട, ഇതുമായിട്ടെല്ലാം തന്നെ ചേർത്ത് വായിക്കേണ്ട ചിന്താ വിപ്ലവത്തിന്റെ ഒരു മഹാ ആശയത്തെ അള്ളാഹു സൂറത്തുൽ നംലിൽ അള്ളാഹു അവതരിപ്പിക്കുന്നുണ്ട്. അപ്പൊ ഇവിടെ ഒരു തോട്ടക്കാരൻ, അല്ലെ, ഒരു ഈത്തപ്പന മരങ്ങൾ ചുറ്റും നിൽക്കുന്ന, മുന്തിരി വള്ളികൾ അതിന്റെ ഇടയിലുള്ള, അതുപോലെ തന്നെ അരുവികള് ഒഴുകുന്ന ഒരു നയന മനോഹരമായ ഒരു തോട്ടം. ആ തോട്ടക്കാരന്റെ ഒരു ഭാവമാണ് നമുക്ക്, ഈ തോട്ടക്കാരന്റെ ഭാവമാണ് നമുക്ക് എപ്പോഴും ഉള്ളത്. നമ്മളും അങ്ങനെയാണ്. അഹങ്കാരത്തിന്റെ, അഹന്തയുടെ കുറച്ചേ ഉണ്ടാവുള്ളൂ. എന്നാലും ചില ആളുകളുടെ ഭാവലും കണ്ടു കഴിഞ്ഞാല് ഓനെ ലോകം മുഴുവനും കീഴടക്കിയവനെ പോലെ ഇക്കാരം, അത്രയും അഹങ്കാരി ഇക്കാരം. അവന്റെ നടത്തം, ഇരുത്തം, സംസാരം, നോട്ടം, പ്രയോഗം, മറ്റുള്ളവരോടുള്ള ഇടപെടലുകള്,
അപ്പൊ നമ്മളുമായിട്ട് ഇതിനെ ചേർത്ത് വെക്കാൻ അള്ളാഹു ഇപ്പൊ നമ്മളോട് ആവശ്യപ്പെടുകയാണ്. നിങ്ങൾ എങ്ങനെയാണ്, നിങ്ങളെ കയ്യിൽ പടച്ചോന് വല്ലതും തന്നിട്ടുണ്ടോ അമാനത്തായിട്ട്? ആ അമാനത്ത് നിങ്ങൾ എങ്ങനെയൊക്കെയാണ് ഇപ്പൊ കാണുന്നത്? അതിനെക്കുറിച്ച് നിങ്ങളുടെ പ്രയോഗങ്ങൾ എങ്ങനെയൊക്കെയാണ്, വർത്തമാനങ്ങൾ എങ്ങനെയൊക്കെയാണെന്നല്ലോ അള്ളാഹു നമ്മോട് ചോദിക്കുകയാണ്. മദഖല ജന്നതഹു, അങ്ങനെ അയാളെ തോട്ടത്തിൽ കയറി, വഹുവ ളാലിമു ലിനഫ്സിഹി, സ്വന്തത്തോട് പാപം ചെയ്തുകൊണ്ട്, വഹുവ ളാലിമു ലിനഫ്സിഹി, അല്ലേ? അപ്പൊ ഷിർക്ക്, ഇന്ന ഷിർക ലദുൽമുൻ അളീം എന്ന് പറയുന്നത്, ഷിർക്ക് ഏറ്റവും വലിയ പാതകമാണ്. അദ്ദുൽമു ദുലുമാത്തി യൗമിൽ ഖിയാമ, മനുഷ്യരെ ആക്രമിക്കാൻ പാടില്ല, മനുഷ്യരെ നിന്ദിക്കാൻ പാടില്ല. അത് അന്ത്യനാളിൽ മഹാ ഇരുട്ടായിട്ട് അള്ളാഹു പിന്നെ നിങ്ങളെ പൊതിയും എന്നാണ്. വഹുവ ളാലിമു ലിനഫ്സിഹി, ഒരു വർത്തമാനമാണ് അയാളോട് തന്നെ ഏറ്റവും വലിയ ഒരു വർത്തമാനം കൊണ്ടാണ് അക്രമം കാണിച്ചത്. ഫഖാല മാ അദുന്നു അൻ തബീദ ആദിഹി അബദ, ഇതൊരിക്കലും ഇത് നശിച്ചു പോകുമെന്ന് ഞാൻ കരുതണില്ല. തന്നെയുമല്ല, എന്തുകൊണ്ട് ഇത് നശിക്കൽ എപ്പോഴാണ്? അത് അന്ത്യനാള് വരുമ്പോഴാണല്ലോ. ഒമാ അദുന്നു സ്സാഅത ഖായിമത്തൻ, അന്ത്യനാൾ ഉണ്ടാകുമെന്നും ഞാൻ ധരിക്കുന്നില്ല. വലഇൻ റുദിത്തു ഇലാ റബ്ബി, ഏതെങ്കിലും തരത്തിൽ അങ്ങനെ ഒരു ലോകം ഉണ്ടായി, അങ്ങനെ അങ്ങോട്ട് എന്നെ മടക്കുകയാണെങ്കിൽ അജിദ്ദന്ന ഖൈറൻ മിൻഹാ മുൻഖലബ, ഇതിനേക്കാളും നല്ലത് എനിക്ക് അവിടെ കിട്ടും ചെയ്യും. ഇതൊരു വല്ലാത്തൊരു അഹങ്കാരമാണ്. മനുഷ്യനെ നിന്ദിക്കുന്നതിന്റെ അങ്ങേ അറ്റത്തെ ഒരു പ്രയോഗമാണത്. എന്നാലും അനക്കൊന്നും കിട്ടൂല എന്നാണ്. ഇത് നമ്മുടെ നാട്ടിലുള്ള ഈ ഒരു ബ്രാഹ്മണ ചിന്തയുമായി തീർത്ത് വെച്ച് വായിക്കാൻ പറ്റും. അതെല്ലാരിലും ഉണ്ട് കേട്ടോ, ആ ഒരു ചിന്ത എല്ലാരിലും ഉണ്ട്. ഒരു മേൽക്കോയ്മ, മറ്റു മനുഷ്യരിൽ നിന്നും പിന്നെ വേറിട്ട് ഞാൻ വലിയവനാണ് എന്നൊരു ഒരു ഭാവം. മറ്റുള്ളവർ മരിച്ചാലും അവന് പിന്നെ പട്ടിയും പൂച്ചയുമായിട്ട് അവന് വീണ്ടും ജനിക്കുന്നു. ഞാൻ എന്ത് പാപം ചെയ്താലും എന്ത് ധിക്കാരം ചെയ്താലും ഞാൻ അങ്ങനെ ഉണ്ടെങ്കിൽ ഞാൻ മനുഷ്യനായിട്ട് നല്ലവനായിട്ട് തന്നെ ഞാൻ വീണ്ടും വരും എന്നുള്ള, നമ്മളും അങ്ങനെ തന്നെയാണ്. എനിക്കൊന്നും സംഭവിക്കാനില്ല, ഞാൻ എന്ത് കാണിച്ചാലും അതിനെല്ലാം തന്നെ മറികടക്കാനുള്ള ഒന്നെന്റെ കയ്യിലുണ്ട് എന്ന ഒരു തെറ്റായ ബോധം. അത് ഇവിടെ ജീവിച്ചിരിക്കുമ്പോഴും ഇനി അങ്ങനെ എന്തെങ്കിലും സംഭവിക്കുകയാണെങ്കിൽ തന്നെ ഞാൻ വളരെ ഉന്നതനായി ജീവിച്ചവനാണല്ലോ. അതുകൊണ്ട് ആ ഔന്നിത്യമുള്ള ഒരു അവസ്ഥയിൽ തന്നെ ഈ കാരം എന്റെ അവസ്ഥയും. അതുകൊണ്ട് ചില ആൾക്കാർ പറഞ്ഞു കേട്ടിട്ടില്ലേ, സ്വർഗും നരകല്ലും ഇവിടെയാണ്, ഇവിടെ നിങ്ങൾക്ക് എന്തെങ്കിലും ഉണ്ടോ? എന്നാ നിങ്ങൾക്ക് ഉണ്ട്. ഒന്നുമില്ലേ? എന്നാ നിങ്ങളെ ജീവിതം നരകാണെന്ന് വാദിക്കുന്ന ആൾക്കാരുണ്ട്. അപ്പൊ ഇവിടെ ഇത്തരത്തിലുള്ള വ്യത്യസ്തങ്ങളായ ഒരു ചിന്താധാരകളെ ഇതിലൂടെ അള്ളാഹു കൊണ്ടുപോകുന്നുണ്ട്. നമുക്ക് ചുറ്റും നമ്മളിൽ തന്നെയുള്ള കുറെ ഇത്തരത്തിലുള്ള ബോധങ്ങളെ, തെറ്റായ ബോധങ്ങളെ, ചിന്തകളെ അള്ളാഹു കൊണ്ടുപോകുന്നുണ്ട്. അതിന്റെ ഇടയിൽ കുറെ പാവപ്പെട്ട ആൾക്കാർ ഇത്തരം ആളുകൾ ഇങ്ങനെ നോക്കിയിട്ട് വല്ലാതെ വേദനിക്കും. ഞങ്ങൾക്കൊന്നും ഉണ്ടായില്ല, അതും അള്ളാഹു പറയുന്നുണ്ട്. കാറൂനെ നോക്കിക്കൊണ്ട് പിന്നെ കാറൂനെ പോലെ ഞങ്ങൾ ആയിരുന്നെങ്കിൽ, ഈ സൗഭാഗ്യങ്ങൾ ഞങ്ങൾക്ക് ഉണ്ടായിരുന്നെങ്കിൽ എത്ര നന്നായിരുന്നേനെ എന്ന് പിന്നെ ചുറ്റുമുള്ള വിശ്വാസികൾ പറഞ്ഞു എന്നാണ്. ഇന്നും അങ്ങനെ പറയുന്ന ആളുകളുണ്ട്. പക്ഷേ ഭൂമിയിലേക്ക് അയാളെ താഴ്ത്തിയപ്പോൾ ആണ് അയാള് വല്ലാതെ സത്യവിശ്വാസികൾ അല്ലെങ്കിൽ പടച്ച തമ്പുരാന് പിന്നെ കീഴ്പ്പെട്ട പാവപ്പെട്ട ദുർബലരായ മനുഷ്യര് അത് വേണ്ട എന്ന് പിന്നീട് പറയുന്നത്. ചില ആളുകളെ പലപ്പോഴും അക്രമികളാകുന്നത് ചില വ്യത്യസ്തങ്ങളായ രൂപത്തിലാണ്. ഇമാം ഷഹറാവി പറയുന്നുണ്ട്, ഇപ്പൊ നന്നായിട്ട് സ്വലാത്ത് നിർവഹിക്കുന്ന ഒരാള് അള്ളാഹ്ക്ക് നന്ദി കാണിക്കുന്നു എന്ന് പറയുന്ന ആള്, ആ കർമ്മം ചെയ്യുന്ന ആൾ അവരിലേക്ക് ഇങ്ങനെ നോക്കിയിട്ട് അവരിങ്ങനെ വിലയിരുത്തും, ഞാൻ കുഴപ്പമില്ല. പിന്നെ ഒരു പ്രത്യേക രൂപഭാവങ്ങളിലും ഇങ്ങനെ പേറി ഒരു പ്രത്യേക സംസാര ശൈലിയെല്ലാം ഉണ്ടായി അങ്ങനെ തന്നിലേക്ക് തന്നെ ഇങ്ങനെ നോക്കിയിട്ട് കുഴപ്പമില്ല, ഇപ്പോ കുറച്ചൊരു നല്ല രൂപത്തിലാണ് ഓടുന്നത് എന്ന് ധരിക്കുന്ന ആളുകളുണ്ട്. അത് ഒരു പിശാചിന്റെ ഇടപെടലാണ്. അങ്ങനെ അവന്റെ ആ ചിന്തയിൽ ഞാൻ കൊള്ളാം എന്നുള്ള ഒരു ധാരണ വരുന്നതോട് കൂടിയിട്ട് അവിടെ വെച്ചത് അവസാനിക്കും. പിന്നെ ആ നടത്തത്തിലും ഇരുത്തത്തിലും തന്നെ ആ ഒരു സ്വയം ശുദ്ധി ചമയുന്ന അല്ലെങ്കിൽ വിശുദ്ധനായി ചമയുന്ന ഒരു ഭാവം ഉണ്ടാവും. ഇത് നന്മ ചെയ്യുന്നവരിൽ പോലും ഇത്തരത്തിലുള്ള ഒരു എന്താ പറയാ ഒരു ഒരു തെറ്റായ ഒരു ബോധം ഉടലെടുക്കും. അവന് സമ്പത്തുണ്ട് എന്ന് വിചാരിക്കുക, സ്വലാത്തിൽ നിർവഹിക്കുന്നുണ്ട്, അല്ലെങ്കിൽ പ്രത്യക്ഷത്തിൽ പടച്ചവനോടുള്ള ബന്ധങ്ങളിലും പുലർത്തുന്നുണ്ട്, അതോടൊപ്പം തന്നെ സമ്പത്തുണ്ട്. എന്നാ ഇമാം ഷഹറാവി പറയുന്നത് അയാളിൽ പിന്നെ പിശാച് ഇടപെടല് വേറെ രൂപത്തിലായിരിക്കുന്ന. അയാളോട് പറയും, ഇജിപ്പോ കുഴപ്പമില്ല, ഇത് സ്വലാത്തിൽ നിർവഹിക്കുന്നുണ്ട്,
ആളുകളിലും കാണുന്ന രൂപത്തിൽ നിന്റെ ബന്ധത്തെ, പടച്ചോനുള്ള ബന്ധത്തെ എന്താക്കുന്നുണ്ട്, നല്ല മൊഞ്ചാക്കി നിർത്തിയിട്ടുണ്ട്. നീ ഒരു കാര്യം ചെയ്തു, സക്കാത്തൊന്നും കൊടുക്കണ്ട, ആ പൈസ കൊണ്ട് ഇജ് അന്റെ ശാരീരിക ഇച്ഛകൾ പൂർത്തീകരിച്ചോ എന്ന് പറയുന്നതാണ്. അപ്പൊ സമ്പത്തുള്ളവനോടെ, സമ്പത്തില്ലാത്ത ചില ആൾക്കാര് അവന്റെ ഇബാദത്തുകൾ കൊണ്ട് അവന് മൊഞ്ചായി നടക്കുകയും, എന്നാൽ ഇബാദത്തും ധനവും ഉള്ള ആളുകളോട് ആ ഇബാദത്തിനെ അയാളുടെ ഭംഗിയുടെ, പൊതുസമൂഹത്തിലുള്ള അയാളുടെ പിന്നെ ഇമേജിന് പിന്നെ അടയാളമാക്കി നിർത്തിയിട്ട് സമ്പത്ത് കൊണ്ട് തോന്നിവാസം കാണിക്കുന്ന, അത് ചില ആളുകളിലേക്ക് നോക്കിയാൽ മതി. അള്ളാഹുദിൽ പറഞ്ഞു വെക്കുന്നത് വളരെ, നമ്മളെല്ലോ ഉള്ളിലുള്ള ആ ഒരു സംഗതിയെ പച്ചയായിട്ട് പടച്ചോൻ ഇങ്ങനെ പൊളിച്ചിങ്ങനെ വെക്കുകയാണ്. അപ്പൊ നമ്മളോട് പറയും, നീ പൈസ കൊണ്ട് അത് കാണിച്ചു, അതുകൊണ്ട് ചില നമ്മളിലേക്ക് തന്നെ ഇങ്ങനെ നോക്കിയാൽ മതി, കുറെ തിരിയും. സക്കാത്ത് കൊടുക്കുന്ന എത്ര ആൾക്കാരുണ്ടാവും, ആ പൈസ കൊണ്ട് എന്തെല്ലാം തോന്നിവാസം കാണിക്കുന്ന ആൾക്കാരുണ്ട് നമ്മൾ ചുറ്റുവട്ടത്ത് നോക്കിക്കാണെങ്കിൽ. അതുകൊണ്ട് പിശാച് അവനോട് പറയും, ഇജ കൊടുക്കണ്ട, നീ അന്റെ കുറെ സുഖങ്ങളും സന്തോഷങ്ങളും അന്റെ ഇച്ഛകളിൽ നടക്കട്ടെ എന്ന് പറയുന്നു. അതുകൊണ്ട് പ്രവാചകൻ അല്ലേ, അത് ആ നുബൂവത്തിന്റെ മഹത്വത്തെ ആ വാക്കിൽ അള്ളാഹു ചേർത്ത് വെക്കുന്നുണ്ട്. ഇമാം ഷാറാവി പറയുന്നത്, സ്വയം ഞാൻ നല്ലോനാണെന്ന് പിന്നെ ധരിക്കാത്ത ഒരു, അത് ഈമാനിന്റെ ഒരു വിശുദ്ധിയാണ് എന്നാണ്. നഫ്സി, ഞാൻ സ്വന്തത്തെ ഞാൻ എന്താക്കൂല, ഞാൻ എന്റെ നഫ്സിനെ ഒരിക്കലും തന്നെ വിശുദ്ധനാക്കി മാറ്റുന്നില്ല. ഇന്ന നഫ്സല അമ്മാറത്തും ബിസു, ഈ ശരീരം ഉണ്ടല്ലോ, ഇത് തിന്മകളെ പ്രേരിപ്പിക്കുന്ന ഒന്നാണ്. അതുകൊണ്ടാണ് റസൂലുള്ളാഹി പറഞ്ഞത് സല്ലല്ലാഹു അലൈഹി വസല്ലം, സ്വർഗം പിന്നെ അത് പൊതിഞ്ഞു വെച്ചിരിക്കുന്നത് അത് മക്രൂഹായ ഒന്നുമായിട്ട, എന്നാൽ നരകം ഷഹുവത്തുമായിട്ട് ബന്ധപ്പെട്ടാണ് പിന്നെ ചേർത്ത് വെച്ചിരിക്കുന്നത് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഹദീസിന്റെ ഒരു ആശയം ഉണ്ട്. ഇവിടെ ഇയാൾ പറയുന്ന അഹങ്കാരത്തിന്റെ ഏറ്റവും വലിയ ഒരു അവസ്ഥാന്തരീക്ഷത്തെ അള്ളാഹു ഇവിടെ എടുത്തു കാണിക്കുകയാണ്. അങ്ങനെ മടക്കുകയാണെങ്കിൽ ഇതിനേക്കാളും നല്ല അവസ്ഥാവിശേഷങ്ങളും അതുപോലെ തന്നെ സൗഭാഗ്യങ്ങളും എനിക്കുണ്ടാകും എന്ന് ഇയാൾ പറയുക. അപ്പോ പിന്നെ അള്ളാഹു നമ്മളെ അനുഗ്രഹിക്കട്ടെ, നമ്മളെ എല്ലാ അഹങ്കാര ഭാവങ്ങളിൽ നിന്നും, എല്ലാ ധിക്കാര ഭാവങ്ങളിൽ നിന്നും മാറി നമുക്ക് ചുറ്റുമുള്ള, അല്ലെങ്കിൽ അള്ളാഹു നമുക്ക് നൽകി, അതുകൊണ്ട് എപ്പോഴും അള്ളാഹുലേക്ക് എല്ലാം ചേർത്ത് വെക്കും. ഇതെന്റെ റബ്ബിന്റെ ഫضലാണ്, എന്റെ റബ്ബിന്റെ ദാനമാണ് എന്ത് പറയുമ്പോഴും അള്ളാഹുലേക്ക് എല്ലാം ചേർത്ത് വെക്കണം. കാരണം നമുക്ക് ഒന്നുമില്ല, ഒരു കഴിവുമില്ല. അപ്പൊ ഞാൻ നേരത്തെ ഓതിരായ ഹുവല്ലദീ അൻശഅക്കും വജഅല ലക്കും അസ്സമഅ വൽ അബ്സാറ വൽ അഫ്ഇദ ഖലീലൻ മാ തശ്കുറൂൻ, നന്ദി കാണിക്കുന്നത് വളരെ കുറവാണ്. കണ്ണ് നൽകിയില്ലേ, കേൾവി നൽകിയില്ലേ. ഇപ്പൊ എന്ത് സൗഭാഗ്യങ്ങളും നിങ്ങൾക്ക് കിട്ടാന് ഈ കേൾവി, കാഴ്ച എന്നുള്ളത് അനിവാര്യമായ സാധനം. അത് അതിനുള്ള പിന്നെ ശുക്ർ ജീവിതകാലം മുഴുവനും നിങ്ങൾ നടത്തിയാലും അതിനുള്ള ഒരു ആ തൂക്കണ്ടല്ലോ, ആ അനുഗ്രഹങ്ങൾക്കുള്ള ഒരു തൂക്കമായിട്ട് അത് മാറൂല്ല. അതുകൊണ്ട് റസൂലുള്ളാഹിന്റെ ഒരു ഹദീസിൽ നമുക്ക് കാണാൻ പറ്റും അല്ലേ, പിന്നെ ജീവിതകാലം മുഴുവനും ഹറാമ് ഭക്ഷിക്കാതെ, ഒരു ഹറാമും ചെയ്യാതെ അള്ളാഹുവിന്റെ മുമ്പിൽ സാഷ്ടാംഗം വെച്ച് പടച്ച തമ്പുരാന്റെ മുമ്പിലെത്തി തന്റെ അമലിന് സ്വർഗം ചോദിക്കുന്ന ഒരു മനുഷ്യൻ, ആ മനുഷ്യന്റെ ഒരു കണ്ണ് മാത്രം എടുത്തു വെച്ച് അയാൾ ചെയ്ത അമലുകൾ ഒരു ത്രാസിലും വെച്ചപ്പോൾ ഒരു കണ്ണിന്റെ ആ നിയമത്തിന് പോലുമുള്ള ഒരു തൂക്കം അയാളുടെ അമലിനില്ലാതെ വന്ന ഒരു ചിത്രത്തെ റസൂലുള്ളാഹി എടുത്ത് കാണിക്കുന്നുണ്ട്. അപ്പൊ നമുക്ക് ഈ നൽകിയ ഒന്നും മതിയാവില്ല. അതുകൊണ്ട് റസൂലുള്ളാഹി പറഞ്ഞത്, റഹ്മത്ത് കൊണ്ട് മാത്രമാണ് എനിക്ക് പോലും സ്വർഗത്ത് കയറാൻ പറ്റുള്ളൂ എന്നാണ്. ആയിഷ ബീവി ചോദിക്കുന്ന, റസൂലെ അങ്ങും അങ്ങനെ തന്നെയാണോ? അതെ, എനിക്കും എന്റെ റബ്ബിന്റെ അനുഗ്രഹമില്ലാതെ സ്വർഗത്ത് കയറാൻ പറ്റില്ല. കാരുണ്യമാണ്, ആ കാരുണ്യത്തിന് വേണ്ടിയുള്ള യാചനയാണ് നടത്തേണ്ടത്. അതിനു വേണ്ടി വാക്കുകൾ നന്നായി പ്രയോഗിക്കണം, ഇടപെടലുകള് വിശുദ്ധമായിരിക്കണം. അഹങ്കാരം, അഹന്ത, ധിക്കാരം, ഇത്തരത്തിലുള്ള സ്വഭാവങ്ങളെ ജീവിതത്തിൽ വെടിയണം. കൂടെയുള്ളവരോട് ഏറ്റവും മാന്യമായി വർത്തിക്കണം. എന്നേക്കാളും നല്ലവനാണ് അവനെന്ന ബോധം നമുക്കുണ്ടായിരിക്കണം.
മറ്റുള്ളവരുടെ അനുഗ്രഹം കാണുമ്പോൾ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന മനസ്സുണ്ടായിരിക്കണം. എന്തിനാണ് അങ്ങനെ പ്രാർത്ഥിക്കുന്ന മനസ്സുണ്ടാവേണ്ടത്? നമ്മളിൽ അസൂയ വരാതിരിക്കാൻ വേണ്ടി. അസൂയ ഉണ്ടായിക്കഴിഞ്ഞാല് അപ്പോഴും നമ്മുടെ ജീവിതം നഷ്ടപ്പെടും. നമ്മുടെ മനസ്സ് അശുദ്ധമാകും, നമ്മുടെ ചിന്ത വൃത്തിഹീനമാകും. അതിനാല് ഏത് അനുഗ്രഹം ഏതൊരാളിൽ കണ്ടാലും എവിടെ കണ്ടാലും അവർക്ക് വേണ്ടി അപ്പങ്ങ് പ്രാർത്ഥിച്ചു കളയണം. പടച്ചോനെ, അയാൾക്ക് നീ കൂടുതൽ കൊടുക്കണേ എന്ന് പ്രാർത്ഥിക്കണം. പടച്ചോനെ, അയാൾക്ക് അയാളുടെ അനുഗ്രഹങ്ങളെ നിലനിർത്തി കൊടുക്കണേ എന്ന് പ്രാർത്ഥിക്കണം. ഇത് വലിയൊരു സംഭവമാണ് കേട്ടോ ഞാൻ ഈ പറയുന്നത്. ഒരിക്കലും അസൂയയുള്ള, മറ്റുള്ളവനോട് എപ്പോഴും വെറുപ്പ് പുലർത്തുന്ന ഒരു മനസ്സും ചിന്തയും നമുക്ക് ഉണ്ടാകാൻ പാടില്ല. അതിനാല് മറ്റുള്ളവരെ അനുഗ്രഹം കാണുമ്പോൾ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും, നമ്മൾ അനുഗ്രഹമുള്ളവരാണെങ്കിൽ ആ അനുഗ്രഹത്തിന് നന്ദിയുള്ള മനസ്സും, ആ വിഷയത്തോട് നമ്മൾ എപ്പോഴും വാക്കുകൾ ഏറ്റവും പടച്ച തമ്പുരാനുമായി ചേർത്ത് വെച്ചുകൊണ്ട് ഉപയോഗിക്കുകയും ചെയ്യുന്ന ഒരു ഒരു സ്വഭാവശീലം നമ്മളിൽ ഉണ്ടായിരിക്കണം. സമ്പത്തുണ്ടാകുമ്പോൾ നമുക്ക് ചുറ്റും ആളുകൾ ഉണ്ടാവും. ആ ആളുകളോട് ഏറ്റവും താഴ്മയോടുകൂടി വിനയാന്വിതനായി പെരുമാറുവാനും, എല്ലാം എന്റെ റബ്ബിന്റെ ദാനമാണ് എന്ന രൂപത്തിൽ അവരോട് അതിനെ ആ രൂപത്തിൽ പ്രകടിപ്പിച്ച് ഇടപെടാനുമുള്ള ഒരു മനസ്സും ചിന്തയും നമുക്ക് ഉണ്ടാകുകയും വേണം. അതാണ് ഈ പറഞ്ഞ് വെച്ച ഈ ആയത്തുകളിലൂടെ എല്ലാം തന്നെ അള്ളാഹു നമ്മളോട് പറയുന്നത്. ഇതിന്റെ ഒരു നഖീദുണ്ട്, ഒരു എതിർവശമുണ്ട്. ആ എതിർവശം ഇതാണ്. അതിനാല് അള്ളാഹു നമ്മളോട് അള്ളാഹു നമ്മൾ അനുഗ്രഹിക്കട്ടെ. നമ്മുടെ ചിന്തയിലും നമ്മുടെ പ്രവൃത്തിയിലും എല്ലാം തന്നെ അള്ളാഹു ഏറ്റവും പിന്നെ നല്ല രൂപത്തിൽ ആളുകളോട് പെരുമാറുവാനും സംസാരിക്കുവാനും ഇടപെടാനുമുള്ള ഇൽമും ജ്ഞാനവും എല്ലാം നൽകി അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ച് ഇന്നത്തെ ഈ ചെറിയ ചർച്ച അവസാനിപ്പിക്കുകയാണ്. വാഹൃദഅ്വാന അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും.